ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായൊരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ പാർട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് ചെയ്യുന്നത് റെഡിമെയ്ഡ് ലുക്കിലാണ്. കണ്ടോ, നമ്മളിപ്പോൾ വീട്ടിലൊക്കെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിൽ നിന്ന് വെച്ചിട്ട് വിട്ടിട്ട് ഒരു ഔട്ട്ലുക്ക് ഒരു റെഡിമെയ്ഡ് ലുക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് എന്തിൻ്റെ കൂടെയൊക്കെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോഗറി ജീൻസിൻ്റെ കൂടെ ഇടാം. നല്ല ലുക്കാണ്. മാത്രമല്ല ഔട്ട്ഫിറ്റ് ആണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ ജോഗറി ജീൻസിൻ്റെ കൂടെ ആകുമ്പോൾ. പിന്നെ മാത്രമല്ല പല്ലാസോ പാൻസിൻ്റെ കൂടെ ഇടാം, സ്കേർട്ടിൻ്റെ കൂടെ ഇടാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മിഡിയുടെ കൂടെ ഇടാം. ഇത് അത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു ടീനേജ് പ്രായം വരെയുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റും. ഒരു മുതിർന്നവർക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. നമുക്കിതൊരു 35 മുതൽ 39 ഇഞ്ച് സൈസുള്ള ആളുകൾക്ക് വരെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ചുരുക്കമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഒരു വലിപ്പമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്നത് 39-40 ഇഞ്ചിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അളവ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബാക്ക് പാർട്ടിൽ ഇതുപോലെ നമ്മൾ സിബ്ബാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്കും കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ഷേപ്പിൽ വരുന്ന രീതിയിലാണ്, അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മളിത് എന്താ പറയുക, കഴുത്തിൻ്റെ ഭാഗത്ത് വെക്കുന്ന ആ സംഭവങ്ങളും കഴുത്ത് തയ്ച്ച് മറിച്ചതും അതുപോലെ പൈപ്പിംഗ് ഇട്ടതും ഫ്രണ്ട് പാർട്ടിൽ ചെയ്തതും അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിൽ നമ്മൾ സിബ് വെക്കാനായിട്ട് ചെയ്യണേക്കാൾ മുമ്പ് ഒരു ഫിനിഷിംഗ് ആയിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് തയ്ച്ച് മറിച്ച് ആ ഫിനിഷിംഗ് അതിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ, മെയിൻ പാർട്ടിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യുന്ന ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബ് സെയിം ആയിട്ട് ഇനി അതിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലോത്ത് എങ്ങനെയാണോ തയ്ച്ചെടുത്ത് ആ ഒരു ലെവലിലേക്ക് തന്നെ വെച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് പൈപ്പിംഗ് ഫൂട്ട് മാറ്റിയിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു പൈപ്പിംഗ് ഫൂട്ടുള്ളൂ ഒരു സൈഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ക്ലോത്തിനെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇതുപോലെ മറക്കുകയാണ് ചെയ്തത്. രണ്ടാം പ്രാവശ്യം വേറെ പൈപ്പിംഗ് ഫൂട്ട് ഇട്ടിട്ട് ആ സൈഡിലത്തെ റൈറ്റ് സൈഡിൽ കൂടെ തയ്ച്ച് വരല്ല ചെയ്തത്. നമ്മൾ ആ ലെഫ്റ്റിൽ കൂടെ എടുത്ത ആ ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ട് റൈറ്റിലേക്ക് എത്തിയപ്പോൾ തുണി നമ്മൾ ടേൺ ചെയ്യുക ചെയ്തതുള്ളൂ കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളല്ലാണ്ട് പൈപ്പിംഗ് ഫൂട്ട് മാറ്റിയില്ല. ഇടത്തെ ഭാഗത്ത് നമുക്ക് ആ ഒരു വക്കിനോട് ചേർന്നാണ് നമ്മൾ തയ്ച്ചെടുത്തത്. ഓക്കെ, ഈ തുമ്പത്ത് വക്കിനോട് ചേർന്ന് തയ്ച്ചു നമ്മൾ. പിന്നെ അതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് കിടന്നപ്പോൾ 1/2 ഇഞ്ചാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തത്. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. മാത്രമല്ല ആ റൈറ്റ് സൈഡിൽ നമ്മൾ തുമ്പത്തുകൂടെ തയ്ച്ചിട്ടില്ല, ലൈനിങ് മെറ്റീരിയലിൽ മാത്രമാണ് തെറ്റത്തുകൂടെ തയ്ച്ചിട്ടുള്ളത്. നമ്മുടെ റൈറ്റ് സൈഡിൽ പുറത്തുനിന്ന് കാണുന്ന വിഷനിൽ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ സ്പേസ് നീങ്ങിയിട്ട് നമ്മൾ തയ്ച്ചിട്ടുള്ളത്. ആ ഒരു ഫൈനൽ ലുക്ക് കാണുന്ന രീതിയിലാണ് തയ്ച്ചിരുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ലൈനിങ്ങിലാണ് എന്ത് തയ്ച്ചിരിക്കുന്നത്, ആ തെറ്റത്തുകൂടെ തയ്ച്ചിട്ടുള്ളൂ. ഓക്കെ, ആ ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ലുക്ക് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ കാണാൻ. നോക്കിക്കോളൂ, കണ്ടല്ലേ? ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തത്. ഇനി ആ തെറ്റത്ത് ഭാഗത്ത് നമുക്ക് എന്ത് വേണം, സാരി ബ്ലൗസിമൊക്കെ വെക്കുന്ന ഹുക്ക് ലൂപ്സും വെക്കണം. ഓക്കെ, ഉൾസൈഡ് ഇതുപോലെ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ തയ്യൽ തുമ്പ് കാണുന്നില്ല, കണ്ടില്ലേ? പിന്നെ നമ്മൾ ഇതിൽ വെക്കുന്ന ക്ലോത്തും സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്, അതിൻ്റെ തെറ്റുഭാഗങ്ങൾ വിട്ടുപോരാതിരിക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ഭാഗം തൊട്ട് മുന്നത്തെ വീഡിയോയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാം. ഈ സ്ലീവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കട്ടിങ്ങിൻ്റെ മെഷർമെൻറ്റ്സും എല്ലാം ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നമ്മുടെ അതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ കാണിക്കാം കേട്ടോ. അത് കണ്ട ശേഷം അതിൻ്റെ കട്ടിങ്ങിൻ്റെ അളവ് മെഷർമെൻറ്റ് 39 ഇഞ്ച് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ആ ഒരു അളവ് വരെയുള്ളവർക്ക് ഇത് ചെയ്യാം. അതല്ലാത്തവർക്ക് ഇത് നമുക്ക് അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിനകത്ത് ഒരു നമ്മൾ ലെങ്ത്ത് വന്നിട്ട് ഒരു 22 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ ഇങ്ങനെ ലെങ്ത്ത് വല്ലാണ്ട് 22 ഇഞ്ചിനൊക്കെ മുകളിൽ 21-22 ഇഞ്ചിന് മുകളിലേക്ക് ഇങ്ങനത്തെ ടോപ്പുകൾ വരുന്നില്ല. ഫാൻസി മോഡൽ ടോപ്പുകൾ ഇറങ്ങുന്നില്ല. നോക്കിയപ്പോൾ ഷോപ്പുകളിലൊക്കെ ഞാൻ ഒരുപാട് തിരഞ്ഞു, അതിനും കൂടുതൽ ഇറക്കം അവർ വയ്ക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഫാഷൻ ഇപ്പോഴത്തേന്ന് മനസ്സിലായി. എന്താ പറയുക, നല്ല ഇറക്കമില്ല അതിൻ്റെ ആ ഒരു ഭാഗം. അത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് കീപ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ ഈ തുണി മെറ്റീരിയൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും കൂടിയാണ് കേട്ടോ. നമുക്കൊരു സ്വല്പം കൂടി ഇറക്കം വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ശരിക്കും ഇത് ഈ ഇറക്കം കറക്റ്റ് ഫിറ്റാണ്, കറക്റ്റ് പെർഫെക്റ്റ് ആണ്. മാത്രമല്ല ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മൾ
താഴെ ഭാഗം നല്ല ലുക്കിൽ നിൽക്കാൻ വേണ്ടി താഴെ ഭാഗത്തും കൂടി നമ്മൾ അടിഭാഗത്തും ഇതുപോലെ തന്നെ ചുരുക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സ്ലീവിനും ഇതുപോലെ തന്നെ ചെയ്യുന്നത്. എല്ലാത്തിലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ബാക്ക് പാർട്ടൊക്കെ സിബ് വെച്ച ശേഷം അതിൻ്റെ ഭാഗത്തും ബാക്കിലും ഇതുപോലെ ചെയ്തുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് എനിക്കത് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുമ്പം ചെറിയ ടൈറ്റുള്ളതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിലത്തെ ബോബിൻ കൊണ്ട് തന്നെ ചെയ്താൽ പറ്റും. പിന്നെ സ്ക്രൂ ഡ്രൈവർ ചെറുതെടുത്താൽ മാത്രം നല്ല ടൈറ്റായിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതിൽ നിന്ന് കുത്തിയമർത്തി ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനകത്താണ്, നമ്മൾ ബോബിനിലാണ് നമ്മൾ കൈ കൊണ്ടാണ് അത് ചുറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ നൂല് നമ്മൾ വലിയ നൂലുണ്ടല്ലോ, അത് അലാസ്റ്റിക് നൂല് നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം എന്തായിരിക്കുന്നത്, മുകൾ ഭാഗത്തേക്കുള്ള നൂല് നമ്മൾ സാധാ നൂലാണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു ഭാഗവും മറക്കരുത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടാണ് തുമ്പ് ഭാഗത്ത് നമ്മൾ അത് 2 പ്രാവശ്യമായിട്ടാണ് തയ്ച്ചെടുത്തത്. അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കണ്ടുണ്ടായിരിക്കും ആ ഒരു ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ശേഷം നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. പുറത്തേക്ക് ഔട്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെ വിരലുകൊണ്ട് അപ്പുറത്തേക്ക് നീങ്ങാതിരിക്കുന്ന രീതിയിൽ അവിടെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കണം. അല്ലാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആ ഒരു അലാസ്റ്റിക്കിൻ്റെ ഗ്യാപ്പ് കൂടുതലായിട്ട് വരും. അപ്പോഴാണ് അത് വരാതിരിക്കണം. കറക്റ്റ് ഫിറ്റിൽ നിൽക്കുമ്പോഴാണ്, ടൈറ്റിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു എന്താ പറയുക ഡിസൈൻ്റെ ആ ഒരു ലുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ. കണ്ടില്ല, നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഫുൾ സ്ലീവ് ആക്കാനുള്ള തുണി ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ സ്ലീവ് ആക്കാമായിരുന്നു. നല്ല ഭംഗിയാണിത്. അപ്പോൾ ഇത് ഷോർട്ട് സ്ലീവിനുള്ള മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് സ്ലീവ് ഒരെണ്ണം തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്ലീവും തയ്ക്കാം. നമ്മൾ ഈ സ്ലീവ് തയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഇതിനകത്ത് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മോഡലിനകത്ത് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് ഫിറ്റായിട്ട് വരിക. വല്ലാണ്ട് കുഴിച്ച് വെട്ടുമ്പോൾ ഇത് നമുക്കത് ഭംഗി കുറവാണ്. ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ആകെ ചുളുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി അത് നല്ല ബോഡി ഫിറ്റായി തന്നെ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ സ്ലീവിൻ്റെ അളവ് എടുത്തിരിക്കുന്ന ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സ്ലീവിൻ്റെ അളവിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് അളവ് കൂടുതൽ എടുത്തിട്ടിരിക്കുള്ളൂ. പിന്നെ നമ്മൾ തെറ്റത്ത് കൂടിയാണ് തയ്ച്ചു പോകുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ഫിറ്റായിട്ട് മാറും കേട്ടോ. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ വ്യക്തി അനുസരിച്ച് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് അളവെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്ലീവും ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ തെറ്റത്ത് ഭാഗത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു നൂലിക്ക് ഒരു പോയിൻറ്റിക്ക് 4 ഇഞ്ചിൻ്റെ പകുതി അളവിൽ വെച്ചിട്ട് നമ്മൾ മടക്കി തയ്ച്ചു. എഗെയിൻ വീണ്ടും 4 ഇഞ്ചിൻ്റെ ഒരു പകുതി വെച്ചിട്ട്, അതായത് ഒരു നൂലിക്ക് വീണ്ടും മടക്കി തയ്ച്ചു. അങ്ങനെ തയ്ച്ച ശേഷമാണ് ഒരു 1/2 ഇഞ്ച് ലെഫ്റ്റിലോട്ട് നീക്കിയിട്ട് നമ്മളിതുപോലെ തയ്ച്ചെടുക്കുന്നത്. ഓക്കെ, പിന്നെ ശേഷം നമ്മളിതിൻ്റെ സെൻറ്റർ പാർട്ട് ഉണ്ടല്ലോ, ഇനി അതും ഇതുപോലെ ഫുൾ ബോഡി പാർട്സിൻ്റെ ആ സെൻറ്റർ പാർട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിനെ സെൻറ്റർ പാർട്ടിൽ മാത്രമാണ് ഇതുപോലെ നിറച്ച് ചുരുക്കിടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ 2 സൈഡിലും കുറച്ച് ഒരു 3/4 ഇഞ്ചോളം നീക്കിയിട്ട ശേഷം 2 സൈഡ് താഴെയിൽ നിന്നും മുകളിൽ നിന്നും ഒരു 3/4 ഇഞ്ച് നീക്കിയിട്ട ശേഷം ഇതിൽ ഒരു 1/2 ഇഞ്ച് ഒരു ഡിഫറൻസിൽ 1/2 ഇഞ്ച് ഒരു പോയിൻറ്റ് ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മളത് ഫുള്ളായിട്ട് ഈ ബോഡി പാർട്സ് മൊത്തമായിട്ട് എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചുരുക്കിടുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ബോബിനിൽ നമ്മൾ കൈകൊണ്ടാണ് നമ്മൾ നൂല് ചുറ്റി കൊടുക്കുന്നത്. അത് ഇത്തിരി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിതിൻ്റെ ഇനി ഷ്രിങ്കിങ് ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ചുരുക്ക് വെക്കുന്ന സ്ഥലത്തുകളിൽ മുഴുവനും നമ്മളിത് ഇതുപോലെ ചെയ്ത് വെച്ച ശേഷം നമ്മൾക്ക് ബോബിയിൽ നിന്ന് നൂല് മാറ്റിയ ശേഷം നോർമൽ ത്രെഡ് ഇടുമ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്യണം. നോർമൽ നൂലിട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത്ര ലൂസിലിടാൻ പാടില്ല. വീണ്ടും അതേ സെയിം ഏത് മെഷർമെൻറ്റിലായിരുന്നു ഇരുന്നത് ആ ഒരു അളവിലേക്ക് തന്നെ നമ്മൾ ബോബിനെ ടൈറ്റ് ചെയ്യണം. ബോബിൻ കേസിനെ ടൈറ്റ് ചെയ്യണം. ആ നൂല് കറക്റ്റ് ലെവൽ, സാധാ നോർമൽ നൂലിൻ്റെ കറക്റ്റ് ലെവലിലേക്ക് അത് വീണ്ടും ടൈറ്റ് ചെയ്ത ശേഷം വേണം ബാക്കി സൈഡൊക്കെ നമുക്ക് അടിക്കാനായിട്ട് കേട്ടോ.
പിന്നെ നമ്മളിതിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഇത് മൊത്തമായിട്ട് ഒരു 1/2 ഇഞ്ച് ഒരു പോയിന്റിലാണ്, 1/2 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, 1/2 ഇഞ്ച് ഒരു പോയിന്റും കൂടി എക്സ്ട്രാ എടുത്താലും ഒരു അനക്കം കൂടി ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് 1/4 ഇഞ്ചിൻ്റെ പകുതി, ഒരു നൂലെന്നാണ് അതിനെ പറയുക കേട്ടോ നമ്മൾ മലയാളത്തിൽ. അപ്പോൾ 1/2 ഇഞ്ച് ഒരു പോയിന്റിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കും. 2 സൈഡിൽ ഒരു 1/4 ഇഞ്ചിൻ്റെ സ്പേസ് ഇട്ടും. പക്ഷേ ഈ 1/4 ഇഞ്ചിൻ്റെ സ്പേസ് ഇട്ട ശേഷം ഫ്രണ്ട് പാർട്ടിൽ 3 പീസായിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 പീസിൽ മുകൾ ഭാഗത്തിന് യോക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതായിട്ട് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ചുരുക്കുനൂലിട്ടിട്ട് തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. കാരണം ആ ഒരു പാർട്ടും കൂടിയും ചുരുങ്ങിയിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഡ്രസ്സിൻ്റെ സെൻറ്റർ പാർട്ടിൻ്റെ അതേ ചുരുക്കിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ നിന്ന് ഒരംശം മുകളിലത്തെ പാർട്ടിൻ്റെ യോക്ക് പാർട്ടിലേക്കും താഴത്തെ പാർട്ടിലേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തെ പാർട്ടുണ്ടല്ലോ ആ പാർട്ടിലേക്കും നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ഹിപ്പിൻ്റെ ഭാഗത്തും ചുളിഞ്ഞ് നിൽക്കാനായിട്ട് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ആ രീതിക്ക് തന്നെ ഈ ഒരു വർക്ക് വരണമെങ്കിൽ അവിടെയും നമ്മൾ ഈ 1/4 ഇഞ്ചിൻ്റെ സൈഡിൽ ജോയിൻ ചെയ്യേണ്ട ഈ 3 പീസും കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ഈ ചുരുക്കുനൂലിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ടിപ്പ് കേട്ടോ. അതല്ല എങ്കിൽ നമ്മൾ സെൻറ്റർ പാർട്ട് മാത്രം ചുരുങ്ങിയിരിക്കും, മറ്റേ 2 ഭാഗം വടി പോലെ നിൽക്കുന്ന ഒരു ഫീലാണ് വരിക. അത് വരുമ്പോൾ ഈ ഒരു ഡ്രസ്സിന് പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ സ്വന്തം ആശയത്തിൽ നിന്ന് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനത്തെ മോഡലൊക്കെ റെഡിമെയ്ഡ് ഷോപ്പുകളിൽ വന്ന് കണ്ടിട്ടുള്ളത് ബാക്കും ഫ്രണ്ടും ഫുള്ളും ഇതുപോലെ ചുരുക്ക് ഭാഗം വയ്ക്കും, സ്ലീവ് മാത്രം തുമ്പത്ത് വയ്ക്കും, അതുപോലെ സൈഡ് പിന്നെ ഒരു 2 ഭാഗത്തെ സ്ലീവ് ഒരു ഹാഫ് സ്ലീവ് വയ്ക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ചിലതിൽ ഫുൾ സ്ലീവും വയ്ക്കുന്നുണ്ട് എന്ന രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏറ്റവും താഴെ ഒരു 1 ഇഞ്ചോ ഒരു 2 ഇഞ്ചിൻ്റെയോ സ്പേസിൽ ഇവിടെ എന്താ പറയുക ഇതുപോലെ ചുരുക്ക് വയ്ക്കുന്നില്ല, പ്ലെയിൻ ക്ലോത്തുമ്മേ. അങ്ങനെയാണ് ഏറ്റവും കൂടുതലും ഈ ഒരു മോഡൽ ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഫ്രണ്ട് പാർട്ടിന് മാത്രം, അതും സെൻറ്റർ ഭാഗത്ത് മാത്രം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ അത് യോക്ക് പാർട്ടിൽ നെക്കിൻ്റെ യോക്ക് പാർട്ടിലേക്ക് അതങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ആ 2 ഭാഗത്തെ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ നൂലിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ചുരുക്ക് ഭാഗത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തേക്കും കിട്ടും, നെക്കിൻ്റെ യോക്ക് പാർട്ടിലേക്കും കിട്ടും, താഴെ ഹിപ്പിൻ്റെ പാർട്ടിലേക്കും കിട്ടും. പിന്നെ ആ ഒരു ഫിനിഷിങ് ബാക്ക് പാർട്ടിലും ഇത് ഫ്രണ്ടിൽ മാത്രം ചുരുങ്ങിയിരിക്കുമ്പോൾ ബാക്ക് പാർട്ടിൽ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ആ ഭാഗത്ത് തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ബാക്കിൽ എന്താ പറയുക നമ്മുടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് വാക്കുകൾ വരുന്നില്ല, അതായത് സിബ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സിബ് വെച്ചതിൻ്റെ 2 ഇഞ്ച് കേട്ടോ, 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വരെ നമുക്ക് എടുക്കാം, താഴേക്ക് ഇറക്കാം. എന്നിട്ട് ആ ഒരു ലാസ്റ്റിൽ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഒരു ഷേപ്പിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ നിൽക്കില്ലേ, ഫ്രണ്ട് പാർട്ടിലെ ഷേപ്പിൻ്റെ എൻഡിങ്ങിൽ നിൽക്കുന്ന ആ ലെയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്ക് പാർട്ടിലേക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ചുരുക്ക് ഭാഗം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ ബാക്ക് പാർട്ടിലേക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ, വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ആ ഒരു നെക്കിൻ്റെ പാർട്ടായിട്ട് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലത്തെ നൂല് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ജോയിൻ ചെയ്തെടുത്തത്. മനസ്സിലായില്ലേ, നെക്കിൻ്റെ പാർട്ടും അതേ ഭാഗത്തേക്ക് ഇത് ചുരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്കും ഇങ്ങനെയാണ് ചെയ്തത്. ഇനി താഴെ ഹിപ്പിൻ്റെ പാർട്ടിലേക്കും ഇത് തന്നെയാണ് ചെയ്യുന്നത്, ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി മാത്രമല്ല ബാക്ക് പാർട്ടിലേക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിലും ഒരു ലൈനിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് നമ്മൾ നല്ല വശത്ത് അടയാളപ്പെടുത്തണം. ഒരു ചെറുതായിട്ട് നമ്മളിപ്പോൾ നെക്കിൽ ചെയ്തില്ലേ, ഇപ്പോൾ ഇതിൻ്റെ നെക്കിൽ തന്നെ യോക്കിൻ്റെ പാർട്ടിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബാക്ക് പാർട്ടിലും ഇതുപോലെ സിബ് കഴിഞ്ഞ ശേഷം താഴെ നിന്ന് 2 ഇഞ്ച് സിബ് കറക്റ്റ് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ആ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരുന്ന രീതിയിൽ, സെൻറ്ററിലേക്ക് കർവായിട്ട് വരുന്ന രീതിയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെയൊക്കെ സൈഡ് ഭാഗത്ത്, പാവാടയുടെയൊക്കെ സൈഡ് ഭാഗത്ത് ചെയ്യുന്ന ആ രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്ലീവിൻ്റെ തുമ്പത്തും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ പാർട്ടിലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു 3 ഹുക്ക് റെഡിമെയ്ഡ് ഹുക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാകുമ്പോൾ ഒരു റെഡിമെയ്ഡിൻ്റെ ലുക്ക് വരുള്ളൂ. നമ്മളിത് തയ്ക്കുക മാത്രം ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ വരില്ല. ഈ നൂല് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ നൂല് എടുത്ത് വെക്കാനൊക്കെ ഇത്തിരി പ്രയാസമുണ്ട്. നമ്മളത് കഴിഞ്ഞ് റോൾ ചെയ്ത് വെക്കുക ചെയ്ത് കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഇത് റോൾ ചെയ്ത് വെക്കാൻ പറ്റിയത്. ഇതാകെ കെട്ട് പിടിച്ചു എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞായിരിക്കും. അപ്പോൾ അതിന്മേൽ കുറേ സമയം ഇരിക്കേണ്ടി വന്നു. ഇത് നമ്മൾ ഒരു പേനയുടെ ഇതുമൊക്കെയാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്.
1-2 പാനേമയ്ക്കായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഓക്കെയാണ്. അങ്ങനെയാണ് നമ്മളിത് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്ത് വെക്കണം. അങ്ങനെ ആകുമ്പോൾ എളുപ്പമുള്ളത് അതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് വെച്ചേക്കണ്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒതുക്കി വയ്ക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട്. നമുക്കിത് തയ്ച്ചപ്പോൾ നല്ല രസമായിട്ട് തോന്നി. നമുക്കിത് എല്ലാ ഡ്രസ്സുകളുടെ കൂടെ ഇടാൻ പറ്റും കേട്ടോ. അത്യാവശ്യം മുതിർന്നവർക്കും ഇടാൻ പറ്റും. ഈ ഒരു അളവ് 39.5 ഇഞ്ച് വരെ ഉണ്ട്. 40 സൈസിൻ്റെ ആൾക്ക് വരെ യൂസ് ചെയ്യാം. 35 to 40 വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ താഴെ ഭാഗത്തും നമ്മൾ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. കാരണം താഴെ ഭാഗത്ത് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു അപാകതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ താഴെ ഭാഗത്തും ഫുൾ സർക്കിളിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തത്. ഇങ്ങനെ കാണുമ്പോൾ ചുരുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ചെറിയ അളവല്ലേ എന്ന് തോന്നും. പക്ഷേ അല്ല കേട്ടോ. ഇത് നമുക്ക് 40 സൈസിൻ്റെ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന അളവിലാണ് അളവെടുത്തിരിക്കുന്നത്. 39 ഇഞ്ച് വരെയുള്ള സൈസിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ്ടോ. ഇതുപോലെ താഴെ ഭാഗത്ത് പിൻഭാഗത്തും നമ്മളൊരു 2 ഇഞ്ച് ഇതിൻ്റെ ആ ഒരു കർവിൽ നിന്ന് വരുന്ന സൈഡ് ഭാഗത്തില്ലേ, നമ്മളെ ഷേപ്പിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ നിന്ന് വരുന്ന ഭാഗത്ത് നിന്ന് ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിലാണ്. ഇതേപോലെ നല്ല കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുമ്പോഴാണ് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. കണ്ടില്ലേ. പിന്നെ ഈ തെറ്റ് ഭാഗത്തോട് തയ്ച്ചിട്ടില്ല കേട്ടോ. റൈറ്റ് സൈഡിൽ ആ തെറ്റ് ഭാഗത്തോട് നമ്മൾ തയ്ച്ചിട്ടില്ല. 1/2 ഇഞ്ചിൽ മാത്രം തയ്ച്ച ലൈനിങ്ങിലാണ്, ഉൾസൈഡിലാണ് നമ്മൾ തെറ്റ് ഭാഗത്തോട് തയ്ച്ചിരിക്കുന്നത്. അപ്പോഴാണ് അത് കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു രസം വരുള്ളൂ. അല്ല തെറ്റ് ഭാഗത്തോട് തയ്ക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങും കവർ ചെയ്ത് നിൽക്കുന്ന ലുക്കും വരത്തില്ല. പിന്നെ നമ്മൾ സാരി ബ്ലൗസിന് ഹുക്ക് ലൂപ്സും വയ്ക്കുന്ന ഹെമ്മിങ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ചാനലിൽ. തുന്നാൻ അറിയാത്തവർക്ക് ഇതുപോലെ പഴുതാരത്തുകൾ പോലെ തുന്നാന്നൊക്കെയാണ് പറയുക, നമ്മുടെ ടീച്ചർമാർ പറയണത്. അതിന് ഹോളിൻ്റെ തുന്നണതേ. അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് തുന്നുന്ന വീഡിയോ നമ്മൾ ബ്ലൗസിന് ഹുക്ക് ലൂപ്സ് തുന്നുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹുക്ക് ലൂപ്സ് ഓർ ഐസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കി നോക്കും. അങ്ങനെ തുന്നാൻ അറിയാത്തവർ അത് കണ്ടു നോക്കി നോക്കും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പം നല്ല ഭംഗി അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിയുടെ കൂടെ ഇടാം, പലാസോ പാൻസിൻ്റെ കൂടെ ഇടാം, സ്കേർട്ടിൻ്റെ കൂടെ ഇടാം. അപ്പോൾ നമ്മൾ ജോഗറി ജീൻസിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇട്ട് കാണിച്ചു തരാം. തെറ്റ് ഭാഗമൊക്കെ നമുക്ക് നല്ല ചുരുങ്ങി എടുക്കണം. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല കംഫർട്ടബിലിറ്റിയാണ് കേട്ടോ ഇടുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. സൈഡ് ഭാഗം പൈപ്പിംഗ് വേറെ ത്രെഡൊന്നും വെച്ചില്ല, ലൈനിങ് മെറ്റീരിയൽ വെച്ച് തന്നെയാണ് തയ്ച്ച് മറിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലൈനിങ് തുണി കൊണ്ട് തന്നെയാണ് ഇതിന് പൈപ്പിംഗ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ബൈ, സീ യു.